അധ്യക്ഷ ശ്രീമതി സുജി വിനുകുമാർ, ഈ വനിതാ സമ്മേളനത്തിലെ പ്രിയപ്പെട്ട സംഘാടകർ, ഈ കരവാളൂർ ഏകതാ സമ്മേളനം സംഘടിപ്പിക്കുന്ന പ്രിയപ്പെട്ട സംഘ ബന്ധുക്കളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇതുപോലെയുള്ള നിരവധി സമ്മേളനങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ 90,000-ലധികം സമ്മേളനങ്ങൾ ഭാരതത്തിന്റെ മുക്കിലും മൂലയിലുമായി ഈ 2 ആഴ്ചക്കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് രാവിലെ യുവജന സമ്മേളനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിലൊക്കെ മിക്കവാറും പറഞ്ഞിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾക്ക് നമ്മുടെ നാടും നഗരവും ഒക്കെ വേദിയാകുന്നത് എന്നതിൻ്റെ കാരണം 100 വർഷങ്ങൾക്ക് മുൻപ് 1925 ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഒരു പ്രസ്ഥാനം രൂപം കൊള്ളുകയുണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണ് അത്തരമൊരു പ്രസ്ഥാനം രൂപം കൊണ്ടത് എന്ന് ചോദിച്ചാൽ, ഈ രാഷ്ട്രത്തിനെ സംരക്ഷിക്കുക എന്ന ഒരൊറ്റ ഉത്തരവാദിത്വം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരമൊരു പ്രസ്ഥാനം രൂപം കൊണ്ടത്. കാരണം നമ്മൾ നമ്മുടെ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്ത ഒരു ജനതയും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ലോകത്ത് ഒരുപാട് സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഗ്രീക്ക് സംസ്കാരമാകട്ടെ, മെസപ്പട്ടോമിയൻ സംസ്കാരമാകട്ടെ, ബാബിലോണിയൻ സംസ്കാരമാകട്ടെ, റോമൻ സംസ്കാരമാകട്ടെ, യവനൻ സംസ്കാരമാകട്ടെ, അങ്ങനെ നിരവധി സംസ്കാരങ്ങൾ വളരെ പെട്ടെന്ന് പടർന്നു പന്തലിച്ച് വലിയ പ്രഭാപൂരിതമായി നിന്നിട്ട് കാലയവനികയ്ക്കുള്ളിലേക്ക് പോകേണ്ടി വന്ന ഗതികേട് ലോകത്ത് ഒരുപാട് സംസ്കാരങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ചരിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതെങ്കിലും ഒരു രാജ്യത്തിനെ എപ്പോഴെങ്കിലും ആരെങ്കിലും ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ തങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയവന്റെ പാരമ്പര്യവും സംസ്കാരവുമായിട്ട് യോജിച്ചു പോകേണ്ടി വന്ന ഗതികേട്, അവന്റെ മതത്തിനെ ഉൾക്കൊള്ളുക, അവന്റെ ഭാഷയെ ഉൾക്കൊള്ളുക, അവന്റെ സംസ്കാരത്തിനെ ഉൾക്കൊള്ളുക, അങ്ങനെ അവരായി ജീവിക്കേണ്ടി വന്ന ഗതികേടാണ് ലോകത്ത് എല്ലാ സംസ്കാരങ്ങൾക്കും ഉണ്ടായിട്ടുള്ളത്. അതിന് ഒരേ ഒരു അപവാദം മാത്രമേ ഉള്ളൂ, അത് ഈ ഭാരതത്തിന്റെ ഹൈന്ദവ സംസ്കാരമാണ്, ഹൈന്ദവ ധർമ്മമാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. 5000-ലധികം വർഷത്തിന്റെ പാരമ്പര്യം ഉണ്ട് എന്ന് നമ്മൾക്കറിയാം. ഈ 5000-ലധികം വർഷത്തിന്റെ പാരമ്പര്യം പറയുമ്പോൾ 2000-ലധികം വർഷക്കാലം നമ്മൾ പലരുടെയും അടിമകളായിട്ട് കിടക്കേണ്ടി വന്ന അവസ്ഥയും നമുക്കുണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ വളരെ ദുഃഖത്തോടുകൂടി തിരിച്ചറിയുന്നവരാണ്. ഒരാളല്ല, അത് ഡച്ചുകാരാകട്ടെ, പോർച്ചുഗീസുകാരാകട്ടെ, മുഗളന്മാരാകട്ടെ, അറബികളാകട്ടെ, ഹൂണന്മാരാകട്ടെ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരാകട്ടെ, ഇങ്ങനെ നിരവധി ആൾക്കാരുടെ ഭരണത്തിന്റെ കീഴിൽ അടിമകളെ പോലെ ജീവിക്കേണ്ടി വന്ന ഒരു പാരമ്പര്യം, അല്ലെങ്കിൽ അത്തരമൊരു ചരിത്രം നമുക്കുണ്ടായിരുന്നു. അത്തരമൊരു ചരിത്രം ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ആലോചിച്ചു നോക്കണം, ലോകത്തിന് തന്നെ വലിയ അത്ഭുതമാണ്. ഇത്രയധികം കാലം അടിമകളെ പോലെ ജീവിക്കേണ്ടി വന്ന ഒരു രാജ്യത്തിന്, അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിന്, ഒരു ധർമ്മത്തിന്, ഒരു പാരമ്പര്യത്തിന് എങ്ങനെയാണ് ഇന്നും ആ ധർമ്മത്തിൽ ഒരു ചെറിയ വിട്ടുവീഴ്ച പോലും വരുത്താതെ ഇത്രയും ഭംഗിയായിട്ട് ആ പാരമ്പര്യത്തിനെ ഇങ്ങനെ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നത് ലോകത്തിന് തന്നെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എങ്ങനെ സാധിക്കുന്നു? കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഏതെങ്കിലും ഒരു രാജ്യം ആരുടെയെങ്കിലും അടിമയായിട്ട് കിടക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, ആ അടിമ രാഷ്ട്രത്തിന്റെ കീഴിൽ ആ അടിമ എന്ന് പറയുന്നത് തന്നെ കീഴടക്കിയവരുടെ പാരമ്പര്യവുമായിട്ട് ചേർന്ന് പോകേണ്ട ഗതികേടാണ് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങൾക്കും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ട് ഈ ഭാരതത്തിന് അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ അതിന് വിപരീതമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ഭാരതത്തിന്റെ ധർമ്മം സനാതനമാണ്, ചിരന്തരമാണ്, അത് നിത്യനൂതനമാണ്, നവീനമാണ്, അത് കാലത്തിനനുസരിച്ച് മാറാൻ കെൽപ്പുള്ളതാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പാരമ്പര്യം. അതിന് കാലത്തിനനുസരിച്ച് എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാ തരത്തിലുള്ള തിന്മകളെയും അതിനെ മാറ്റിമറിച്ചുകൊണ്ട് തിന്മകൾക്കെതിരെ ശക്തമായിട്ട് പോരാടി അതിനെ ഇല്ലായ്മ ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള സ്വതസിദ്ധമായ ഒരു ശക്തി,
അത് ഉള്ള ഏതെങ്കിലും ഒരു ധർമ്മം അല്ലെങ്കിൽ ഒരു സംസ്കാരം അത് ലോകത്തുണ്ടെങ്കിൽ അത് ഭാരതത്തിന്റെ ധർമ്മമാണ് എന്ന യാഥാർത്ഥ്യമാണ് നമുക്ക് ഇന്നും നമ്മളായിട്ട്. നമ്മളിവിടെ ഇത് ഏകതാ സമ്മേളനങ്ങളാണ് നടത്തുന്നത്, ഹിന്ദു ധർമ്മത്തിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അങ്ങനെ പറയാനും അത്തരത്തിലുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാനും നമുക്ക് സാധിക്കുന്നത് അതുകൊണ്ടാണ്. നമുക്കറിയാം, നമ്മുടെ ചരിത്രത്തിലേക്ക് നോക്കിയ ഒരുപാട് അനാചാരങ്ങൾക്കും അതുപോലെയുള്ള ഒരുപാട് ദുഷ്ടതകൾക്കും ഒക്കെ വിധേയരാകേണ്ടി വന്ന ഒരു ജനതയാണ് നമ്മൾ. ഒരു കാലത്ത് നമ്മളിവിടെ ശൈശവ വിവാഹങ്ങൾ, സതി അല്ലെങ്കിൽ അതുപോലെയുള്ള അനാചാരങ്ങൾ ഒക്കെ നിലനിരുന്ന ഒരു കാലമാണ്. എനിക്ക് മാതാ അമൃതാനന്ദമയി അമ്മ പറഞ്ഞ ഒരു കഥയാണ് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത്. അമ്മ എല്ലായിടത്തും എപ്പോഴും പറയാറുണ്ട്. അമ്മ വളരെ തമാശ രൂപേണ പറയുന്ന ഒരു കഥയാണ്. അമ്മ പറയും, ഒരു പൂജാരി ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ വീട്ടില് തേവാരം പൂജ നടത്താൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു കൊച്ചു പൂച്ചക്കുഞ്ഞുണ്ട്. അപ്പം ആ പൂച്ചക്കുഞ്ഞ് അദ്ദേഹത്തിന് ഭയങ്കര ശല്യമാണ്. അദ്ദേഹം നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് മാന്തും, അല്ലെങ്കിൽ പൂജാപാത്രങ്ങൾ തട്ടിയിടും, അല്ലെങ്കിൽ അതിലെ ചാടിപ്പോകും. അപ്പൊ അദ്ദേഹത്തിന്റെ ഏകാഗ്രത കിട്ടാതായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, എല്ലാ ദിവസവും ഈ പൂജ തുടങ്ങുന്നതിന് മുൻപ് ഈ പൂച്ചക്കുഞ്ഞിനെ പിടിച്ചിട്ട് ഒരു കുട്ടയ്ക്കകത്ത് അടച്ചു വെക്കും. അടച്ചു വെച്ചിട്ട് അദ്ദേഹം പൂജാതി കാര്യങ്ങളൊക്കെ നടത്തും. അതിനുശേഷം പൂജ കഴിയുന്ന സമയത്ത് ഈ പൂച്ചക്കുഞ്ഞിനെ തുറന്നു വിടും. അപ്പൊ അദ്ദേഹത്തിന്റെ ചെറിയ മകൻ ഇത് കണ്ടാണ് വരുന്നത്. അങ്ങനെ ഈ ഒരു സുപ്രഭാതത്തില് ഇദ്ദേഹം അന്തരിച്ചു. അപ്പോൾ സ്വാഭാവികമായും മകൻ ആ സ്ഥാനത്തേക്ക് വരും. അദ്ദേഹവും അച്ഛൻ ആവർത്തിച്ചതുപോലെ തന്നെ പൂച്ചക്കുഞ്ഞിനെ പിടിക്കും, കുട്ടയുടെ അടിയിലാക്കും, പൂജ നടത്തും. പൂജ കഴിയുമ്പോൾ പൂച്ചക്കുഞ്ഞിനെ തുറന്നു വിടും. ഒരു ദിവസം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, പൂച്ചക്കുഞ്ഞ് ചത്തുപോയി. എന്ത് ചെയ്യും? പൂജ നടത്തണ്ടേ? എന്ത് വേണം? മകൻ എന്താണ് കണ്ടുവന്നിട്ടുള്ളത്? എല്ലാ ദിവസവും പൂജ തുടങ്ങുന്നതിന് മുമ്പ് അച്ഛൻ എന്ത് ചെയ്യുമായിരുന്നു? പൂച്ചക്കുഞ്ഞിനെ പിടിച്ചോണ്ട് വന്ന് കുട്ടയുടെ അടിയിൽ ഇട്ടിട്ടല്ലേ അച്ഛൻ പൂജ തുടങ്ങുന്നത്. അപ്പൊ ഇന്ന് രാവിലെ അടച്ചിടാൻ പൂച്ചക്കുഞ്ഞുണ്ടോ? അദ്ദേഹം എന്ത് ചെയ്തു? അടുത്ത വീട്ടിൽ പോയി ഒരു പൂച്ചക്കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് വന്ന് കുട്ടയുടെ അടിയിൽ ഇട്ടിട്ട് പൂജ നടത്തി. പൂജ കഴിഞ്ഞപ്പോൾ പൂച്ചക്കുഞ്ഞിനെ തുറന്നു വിട്ടു. അമ്മ വളരെ തമാശ രൂപേണ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അമ്മ പറഞ്ഞു തരുന്ന കഥയാണ് നമ്മുടെ ചരിത്രത്തിനെ കുറിച്ച്. ഇതുപോലെ ആയിരുന്നു നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിരുന്ന പല അനാചാരങ്ങളും. നമുക്കറിയാം, ബാലവിവാഹങ്ങൾ നടന്നിട്ടുണ്ട്, ശൈശവ വിവാഹങ്ങൾ എന്തുകൊണ്ടായിരുന്നു? നമുക്കറിയാം, ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധി സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ജോഹർ അനുഷ്ഠിച്ചിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, സതി അനുഷ്ഠിക്കുന്ന സ്ത്രീകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളെ എത്ര പേര് അഹല്യാഭായി ഹോൾക്കറെ കുറിച്ച് കേട്ടിട്ടുണ്ട്? ഒന്ന് കൈപൊക്കാമോ? 1 2 3 4 5 6 7 അമ്മമാരാരും കേട്ടിട്ടില്ല? അഹല്യാഭായി ഹോൾക്കർ എന്നൊരു പേര് കേട്ടിട്ടില്ല? ശരത്തെ, ഇവിടെ അഹല്യാഭായി ഹോൾക്കറിന്റെ പേരിൽ സമ്മേളനം നടത്തിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അഹല്യാഭായി ഹോൾക്കറെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. അഹല്യാഭായി ഹോൾക്കർ ശരിക്കും പറഞ്ഞാൽ എനിക്കും ഒരു അഹല്യാഭായി ഹോൾക്കറെ കുറിച്ച് എനിക്കും വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു ABVP-യിലൂടെയാണ് ഞാൻ സംഘടനാ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പൊ ഈ ദേശീയ സമ്മേളനങ്ങൾക്കൊക്കെ പോകുമ്പം അതിനുശേഷം ഞാൻ മഹിളാ സമന്വയത്തിന്റെ സംസ്ഥാന സംയോജക എന്നൊക്കെ രീതിയിൽ മഹിളാ സമന്വയത്തിന്റെ അഖില ഭാരതീയ സമ്മേളനങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ വേദിയിൽ ഫ്ലെക്സ് വെക്കുമല്ലോ. അപ്പൊ അതിൽ കുറേ സ്ത്രീകളുടെയൊക്കെ ഫോട്ടോ ഇങ്ങനെ വെക്കും. നമുക്ക് അറിയാവുന്നവരുണ്ടാകും, അറിയാത്തവരുണ്ടാകും. അപ്പൊ അറിയാത്ത ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിക്കില്ലേ, ഇതാരാണെന്ന് നമ്മളിങ്ങനെ ചോദിക്കില്ലേ. അങ്ങനെയാണ് ആദ്യമായി അഹല്യാഭായി ഹോൾക്കർ എന്ന പേര് ഞാൻ കേട്ടതും അഹല്യാഭായി ഹോൾക്കറെ കുറിച്ച് ഞാൻ ആ ഫോട്ടോയിൽ ആദ്യമായിട്ട് കണ്ടത് വർഷങ്ങൾക്ക് മുൻപ്. അന്നും അഹല്യാഭായി ഹോൾക്കറെ കുറിച്ച് അങ്ങനെ വലുതായിട്ട് പഠിക്കണം എന്നൊന്നും തോന്നിയില്ല. അഹല്യാഭായി ഹോൾക്കർ എന്നൊരു പേര് കേട്ട് തൃപ്തിപ്പെട്ടു. പക്ഷെ ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരിക്കൽ ഇൻഡോറിലേക്ക് പോയി. ഇൻഡോറിൽ ചെല്ലുന്ന സമയത്ത് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ഉണ്ട്. അപ്പം ഇൻഡോറിൽ ചെല്ലുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് അവിടെ മഹാകാലേശ്വറിൽ പോകണം, ഉജ്ജയിൻ പോകണം. അങ്ങനെ മഹാകാലേശ്വറിനെ കണ്ടു, ഉജ്ജയിൻ കണ്ടു. അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കണ്ടതിന് ശേഷം സ്വാഭാവികമായും മുഴുവൻ സ്ത്രീകളാണുള്ളത്. അപ്പൊ സ്വാഭാവികമായും സ്ത്രീകൾ പോയാൽ ഈ ഇത്തരത്തിലുള്ള സന്ദർശനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്തിനു വേണ്ടി പോകും? ഷോപ്പിങ്ങിന് പോകും, ഉറപ്പല്ലേ? അപ്പൊ നമ്മൾ വിചാരിച്ചു ശരി, നമ്മളിനി അടുത്തത് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ആദ്യം നമ്മൾ എന്തന്വേഷിക്കും? ഏറ്റവും നല്ല സാരി കിട്ടുന്ന സ്ഥലം ഏതാണ്?
ഇവിടുത്തെ തനത് സാരി ഏതാണ്, അത് എവിടെ കിട്ടും എന്നൊക്കെ അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു ഇവിടെ മഹേശ്വർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും നല്ല മഹേശ്വർ സിൽക്ക് ഉണ്ട്. അപ്പം ഇൻഡോർ നമുക്കറിയാം വസ്ത്രവ്യാപാര രംഗത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം നമ്മൾ നേരെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു വലിയ ഹോൾസെയിൽ കടയിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. വളരെ രാജകീയമായിട്ട് ഞങ്ങളെ കൊണ്ടുവന്നു. സാരികളൊക്കെ ഇങ്ങനെ വാരി ഇട്ടു. ഏത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇങ്ങനെ സാരിക്കിടയിലൂടെ എല്ലാവരും ഓടി നടക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും വിശിഷ്ടമായ, ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് വന്നാൽ ഏത് പറയും, ബാലരാമപുരം കൈത്തറിയിൽ പോവാം, ബാലരാമപുരം ഹാൻഡ്ലൂംസ് ആണ് എന്ന് നമ്മൾ പറയില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും പ്രശസ്തമായ അല്ലെങ്കിൽ നിങ്ങളുടെ തനതായ സാരി ഏതാണ്, ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ അതിനെന്താ ഇപ്പോൾ കൊണ്ടുവരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ സെയിൽസ് ഗേൾ അകത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പം ഒരു താലത്തിനകത്ത് ഒരു വളരെ വിശിഷ്ടമായ ഒരു സാധനം കൊണ്ടുവരുന്ന പോലെ ഭക്ത്യാദരപൂർവ്വം ഒരു സാരിയും കൊണ്ടുവരികയാണ്. അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ തോന്നുന്നു, നമുക്ക് സാരിയോട് അങ്ങനെ ഭക്തിയൊന്നുമില്ലല്ലോ, നമുക്ക് സാരി ഉടുക്കാനുള്ളതാണ്. അപ്പം ആ സാരി ഇങ്ങനെ നോക്കിയപ്പം ഇതെന്താണ്, ഇതാണ് അഹല്യാബായി ഹോൾക്കർ സാരി എന്ന് പറഞ്ഞു. അപ്പം അഹല്യാബായി ഹോൾക്കർ സാരിയോ, അങ്ങനെ ഒരു സാരി ഉണ്ടോ? അപ്പോൾ അവരിങ്ങനെ നമ്മളിങ്ങനെ നോക്കി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ? അപ്പം ഞങ്ങൾ കേരളത്തിൽ നിന്നാണ്. അപ്പം നമുക്ക് അവരോടൊരു പുച്ഛം, നിങ്ങൾക്ക് കേരളത്തിനെ കുറിച്ച് അറിയില്ലേ, 100% സാക്ഷരതയുള്ളവരല്ലേ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരാണല്ലോ. അപ്പം അവർ പറഞ്ഞു, അഹല്യാബായി ഹോൾക്കറെ അറിയില്ലേ? അപ്പം എല്ലാവരും ഒന്ന് നിശബ്ദരായി. അഹല്യാബായി ഹോൾക്കറെ ആർക്കും അറിയില്ല. അപ്പം അവർക്ക് നമ്മളോടൊരു പുച്ഛം. എന്നിട്ട് അവർ പറഞ്ഞു, ആദ്യം നിങ്ങൾ അഹല്യാബായി ഹോൾക്കർ ആരാണെന്ന് അറിയുക. നിങ്ങൾ ആദ്യം അഹല്യാബായി ഹോൾക്കറുടെ ഫോർട്ടിൽ പോയി അഹല്യാബായി ഹോൾക്കർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അപ്പം അവർ സാരി ഒക്കെ തരാൻ റെഡിയാണ്. അപ്പം ഇത്രയും വിശിഷ്ടമായ ഒരാളെ കുറിച്ച് അറിയില്ല എന്ന് പറയുന്നതും, കാരണം അവരുടെ ആ കണ്ണുകളിലുള്ള ഭക്തി, ആദരവ്, അതിപ്പം ഈ തിരുവനന്തപുരത്ത് വന്നിട്ട് ശ്രീപത്മനാഭൻ ആരാണെന്ന് അറിയാമോ എന്ന് നമ്മൾ ഒരാളോട് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ അവർ പറയണം, അറിയില്ല, ആരാണ് ശ്രീപത്മനാഭൻ? അപ്പം നമുക്കുണ്ടാകുന്ന ഒരു അമ്പരപ്പില്ലേ, അതിനേക്കാൾ വലിയ അമ്പരപ്പിലാണ് അവര് അഹല്യാബായി ഹോൾക്കറെ അറിയില്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പം നമ്മുടെ കുറ്റമല്ല, കാരണം നമുക്ക് ആർക്കും അഹല്യാബായി ഹോൾക്കറെ അറിയില്ല. കാരണം നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഒരിടത്ത് പോലും നമ്മൾ ആ പേര് കേട്ടിട്ടില്ല, പഠിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നേരെ മഹേശ്വർ ഫോർട്ടിലേക്ക് പോയി. ഒരു വലിയ ഫോർട്ടാണ്. അവിടെ അമ്മയുടെ വലിയൊരു പൂർണ്ണതായ പ്രതിമയുണ്ട്. അവിടെ ഒരു മഹേശ്വരൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. നർമ്മദാ നദിയുടെ തീരത്താണ്. അവിടെ ഒരു പൂജാരിയുണ്ട്. അദ്ദേഹം 1.5 മണിക്കൂർ നേരം ഞങ്ങളോട് ആ അമ്മയെക്കുറിച്ച് സംസാരിച്ചു. 1725 ജനിച്ച, ഇത് ഞാൻ ശരത്തിനോട് ഇവിടെ അഹല്യാബായി ഹോൾക്കർ പരിപാടി നടത്തിയില്ലേ എന്ന് ചോദിച്ചതിന് കാരണം, കഴിഞ്ഞ വർഷം 2025 അമ്മയുടെ 300ാം ജന്മജയന്തി വർഷമായിരുന്നു. 300 വർഷം, ഒരു സ്ത്രീയുടെ 300ാമത്തെ ജയന്തി ഈ ഭാരതം മുഴുവൻ ഏതാണ്ട് 1000-ലധികം സമ്മേളനങ്ങൾ, കേരളത്തിൽ നമ്മൾ 14 സമ്മേളനങ്ങൾ 14 ജില്ലകളിലായിട്ട് 14-ലധികം സമ്മേളനങ്ങൾ നടത്തി. എല്ലാ നമ്മുടെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പരിവാറിലുള്ള എല്ലാവരും അമ്മയെക്കുറിച്ച് സമ്മേളനങ്ങൾ നടത്തി. ഒരുപക്ഷെ നിങ്ങൾക്കാർക്കും നമ്മുടെയൊക്കെ ദുര്യോഗം കൊണ്ട് നമുക്കതിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയതാണ്. ആ 1725 ജനിച്ച ആ അമ്മയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തിന് അടിത്തറയിട്ട വ്യക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ അടിത്തറയിട്ടു? നമുക്കറിയാം, ആധ്യാത്മികമായി തകർന്നു പോയ ഹിന്ദു ധർമ്മത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആധ്യാത്മികതയാണ്, സനാതന ധർമ്മമാണ്. അതിനൊരു ക്ഷയമുണ്ടാകുന്നു എന്ന് കണ്ടപ്പോൾ അതിനെ ഉണർത്തിക്കൊണ്ടുവന്ന് അതിനെ പുനരുജ്ജീവിപ്പിച്ച് ഈ ആസേതു ഹിമാചലം അങ്ങ് രാമേശ്വരം തൊട്ട് അങ്ങ് ബദ്രിനാഥം വരെ, അവിടെ നിന്ന് കാശി തൊട്ട് അല്ലെങ്കിൽ ഗുജറാത്ത് തൊട്ട് അങ്ങ് പുരി ജഗന്നാഥ ക്ഷേത്രം വരെയുള്ള ഈ ഭാരതം, ആ സേതു ഹിമാചലത്തിന്റെ ഭാരതത്തിന് ഉണർവ് കൊടുത്തത് ശ്രീ ശങ്കരാചാര്യരായിരുന്നു. അദ്ദേഹത്തിന് ശേഷം അതേ പ്രവൃത്തി ചെയ്ത മഹത് വ്യക്തിയായിരുന്നു അഹല്യാബായി ഹോൾക്കർ. രാമേശ്വരം ക്ഷേത്രം പുനർനിർമ്മിച്ചത് അഹല്യാബായി ഹോൾക്കർ ആയിരുന്നു. കാശി വിശ്വനാഥ ക്ഷേത്രം പുനർനിർമ്മിച്ചത് അഹല്യാബായി ഹോൾക്കർ ആയിരുന്നു. ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രം പുനർനിർമ്മിച്ചത് അഹല്യാബായി ഹോൾക്കർ ആയിരുന്നു. ബദ്രിനാഥം പുനർനിർമ്മിച്ചത് അഹല്യാബായി ഹോൾക്കർ ആയിരുന്നു. ഈ രാജ്യത്തിൽ എല്ലായിടത്തും ഇത്തരത്തിലുള്ള ഹൈന്ദവ ഉണർവിന്
ലോകത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മഹത് വ്യക്തിത്വമായിരുന്നു അഹല്യാബായി ഹോൾക്കർ. ആ അമ്മ ചെയ്തത്, ഈ നാടെന്ന് പറയുന്നത് ഒരു ചരടിൽ കോർത്തതാണ്. ഈ നാട്ടിൽ എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും ഹിന്ദുവിന് ഉണ്ടായിരിക്കണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ അത് എണ്ണിയാൽ ഒടുങ്ങുന്നതല്ല. 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ പറഞ്ഞാൽ പോലും തീരുന്നതല്ല ആ അമ്മയുടെ അപദാനം എന്ന് പറഞ്ഞുകൊണ്ട് അഹല്യാബായി ഹോൾക്കർ എന്ന പേരിൽ 125 രൂപയ്ക്ക് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടി പറയാം. അമ്മ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു. ഒരു ശിവക്ഷേത്രത്തിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നാട്ടുരാജാവിന്റെ മകളാണ് അവിടെ. പക്ഷേ രാജകുടുംബാംഗമൊന്നുമല്ല. അവിടെ ഇങ്ങനെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാജിറാവു പേഷ്വ രണ്ടാമൻ അദ്ദേഹം അങ്ങോട്ട് വരുന്നു. ഈ ചെറിയ കുട്ടിയുടെ ഭക്തി കണ്ടിട്ട് തന്റെ സുഹൃത്ത് രാജാവിന്റെ മകന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയെ ആലോചിക്കുന്നു. വിവാഹം കഴിച്ച് കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു. 29ാമത്തെ വയസ്സിൽ വിധവയാകുന്നു. പക്ഷേ ഭർത്താവിന്റെ അച്ഛൻ, നമുക്കറിയാം അത് ആ കാലഘട്ടം എന്ന് പറയുന്നത് ഭർത്താവ് മരിച്ചാൽ തീർച്ചയായും ഭാര്യ സതി അനുഷ്ഠിക്കേണ്ട കാലഘട്ടമായിരുന്നു. പക്ഷെ അഹല്യാബായിയുടെ കഴിവിൽ അങ്ങേയറ്റം അഹല്യയുടെ മഹത്വം മനസ്സിലാക്കിയ ഭർതൃപിതാവ് പറഞ്ഞു, ഒരു കാരണവശാലും അഹല്യ സതി അനുഷ്ഠിക്കാൻ പാടില്ല. ഈ രാജ്യത്തിന്റെ ഭരണ സാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് അഹല്യ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാ ലൗകിക ജീവിതങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ആ അമ്മ ആ ഭർതൃപിതാവിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ആ രാജ്യത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തു. അതിനുശേഷം ആ അമ്മയുടെ കൺമുന്നിൽ വെച്ച് നിരവധി മരണങ്ങൾ, തന്റെ പേരമകൻ മരിച്ചു, മകൻ മരിച്ചു, മകന്റെ 10 വയസ്സായ മകന്റെ ഭാര്യ, ബാലവിവാഹമുള്ള കാലമാണ്. ആ മകൻ മരിച്ച സമയത്ത് മകന്റെ ചിതയിൽ ചാടി ആ കുട്ടി സതി അനുഷ്ഠിക്കുന്നത് ആ അമ്മയ്ക്ക് കാണേണ്ടി വന്നു. ആലോചിച്ച് നോക്കണം. നമുക്ക് സഹിക്കുമോ? പിന്നെ നമുക്ക് ജീവിക്കാൻ തോന്നുമോ? അത് കഴിഞ്ഞ് മരുമകൻ മരിക്കുന്നു. മരുമകൻ മരിച്ചപ്പോൾ മരുമകന്റെ ചിതയിൽ ചാടി ആര് സതി അനുഷ്ഠിക്കുന്നു? മകൾ സതി അനുഷ്ഠിക്കുന്നു. ഇതൊക്കെ സ്വന്തം ജീവിതം കൊണ്ട് കണ്ട ഒരു അമ്മ. എത്രയോ മരണങ്ങൾ ഈ അമ്മയുടെ സപത്നിമാരായിട്ടുള്ളവർ ഭർത്താവ് മരിച്ചപ്പോൾ അമ്മയ്ക്ക് പകരം അവർ സതി അനുഷ്ഠിക്കുന്നത് കണ്ടു. ഇങ്ങനെ നിരവധി ജീവിതത്തിലെ തിരിച്ചടികളെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നപ്പോൾ നമുക്കറിയാം, ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികൾ എന്താ ചെയ്യുന്നത്? മിക്ക ദിവസവും നമ്മൾ കാണുന്നതല്ലേ, ഒന്നീ ആറ്റി ചാടും, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് എവിടെ ചാടും? ട്രെയിനിന് മുൻപിൽ ചാടും. കാണുന്നതാണോ അറിയുന്നതാണോ? ഒന്നും പുതിയ കാര്യങ്ങളല്ലല്ലോ. ഇത്രയും വലിയ തിരിച്ചടികൾ ഉണ്ടായപ്പോഴും ആ അമ്മ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട്, ഈ ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, ഈ ഭാരതത്തിന്റെ ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ അമ്മ നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാവുന്നതല്ല. കാശി വിശ്വനാഥ ക്ഷേത്രത്തിനകത്ത് നമ്മൾ പലരും പോയിട്ടുണ്ടാകും. ആ ക്ഷേത്രം മുഴുവൻ പൂശാനുള്ള സ്വർണം നേപ്പാൾ മഹാരാജാവിൽ നിന്ന് വാങ്ങി ആ ക്ഷേത്രത്തിന് കൊടുത്തത് അമ്മയായിരുന്നു. ഇത്തരത്തിൽ നിരവധി, ഇത് മാത്രമല്ല, പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം, ഇതുപോലെ വിധവകളാകുന്ന സ്ത്രീകൾക്ക് ഈ സതി നിർത്തലാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം, അവർക്ക് പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തനം. പിന്നെ നമ്മൾ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഇന്ദിരാഗാന്ധി പരിസ്ഥിതി പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഐക്യരാഷ്ട്രസഭയിൽ സംസാരിച്ചത്. അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ്, 300 വർഷങ്ങൾക്ക്, 250 വർഷങ്ങൾക്ക് മുമ്പ് പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വലിയ പ്രസ്താവനകൾ നടത്തി നാടൊട്ടുക്ക് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച ഇത്തരത്തിൽ വലിയൊരു വ്യക്തിത്വമായിരുന്നു അഹല്യാബായി ഹോൾക്കർ. ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞതിന് കാരണം, നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടായാൽ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അതാത് കാലങ്ങളിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരുപാട് ശക്തികൾ ഉണ്ടാകും. നമുക്കറിയാം, ഔറംഗസീബ് ഈ രാജ്യത്തിനെ തകർക്കുമെന്ന് തോന്നിയപ്പോൾ അവിടെ ഉണ്ടായി ഒരു ഛത്രപതി മഹാരാജ ശിവജി ഉണ്ടായി. അത് നമ്മൾ കണ്ടതാണ്. അക്ബറിനോട് പടപൊരുതാൻ ഒരു മഹാറാണ പ്രതാപൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുഹമ്മദ് ഗോറിയോട് പടപൊരുതാൻ വേണ്ടിയിട്ട് ഒരു പൃഥ്വിരാജ് ചൗഹാൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ എപ്പോഴാണോ നമ്മുടെ രാജ്യത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത്, ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന മാറ്റം, പരിണാമം, അല്ലെങ്കിൽ അത് നമ്മുടെ മാത്രം സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ്. പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂച്ചയെ അടച്ചിട്ട
കേട്ടപ്പോൾ ഉണ്ടായ രീതിയിലുള്ള അയിത്തങ്ങളും അനാചാരങ്ങളും ഒക്കെ ഉണ്ടായിക്കൊള്ളട്ടെ. പക്ഷെ അതൊരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ, അത് ഈ കാലഘട്ടത്തിന് ആവശ്യമില്ല, അതൊരു തെറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ ആ തെറ്റിനെ സ്വയമേവ തിരുത്താനുള്ള കഴിവ്, ആ കഴിവുള്ള ഒരു സംസ്കാരമായതുകൊണ്ടാണ്, ഒരു പാരമ്പര്യമായതുകൊണ്ടാണ് നമ്മുടെ കൺമുന്നിലൂടെ നിരവധി 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 സംസ്കാരങ്ങൾ തകർന്നു പോയിട്ടും ഇന്നും തകരാതെ അഭിമാനത്തോടുകൂടി ഞാൻ ഹിന്ദുവാണ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ നമുക്കിവിടെ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ സാധിക്കുന്നത്. ഇതിന് ആരാണ് ഉത്തരവാദി? എന്തുകൊണ്ട് നമുക്കിത് സാധിക്കുന്നു? കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, 100 വർഷങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്ന സമയത്ത് ഡോക്ടർ ജിയുടെ മുൻപിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ആ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്നത് ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ സ്വതന്ത്രത്തിലേക്ക് ഇത് തിരിച്ചു പോകുന്നു എന്നതാണ്. എന്താണ് സ്വതന്ത്രം? ഓരോ രാജ്യത്തിനും ഒരു തന്ത്രമുണ്ട്. നമ്മുടെ തന്ത്രം എന്ന് പറയുന്നത് അത് ആധ്യാത്മികതയിൽ അടിസ്ഥാനമായ തന്ത്രമാണ്. ചില രാജ്യങ്ങൾക്ക് അത് കച്ചവടമായിരിക്കാം, ചില രാജ്യങ്ങൾക്ക് അത് വിനോദമായിരിക്കാം, അങ്ങനെ ചില രാജ്യങ്ങൾക്ക് അത് കാർഷിക വൃത്തി ആയിരിക്കാം. അങ്ങനെ ചില രാജ്യങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു അടിസ്ഥാനമുണ്ട്, ഒരു തന്ത്രമുണ്ട്, സ്വതന്ത്രമുണ്ട്. സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ആ സ്വതന്ത്രത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുക എന്നതാണ് അർത്ഥം. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ നമ്മുടെ സ്വതന്ത്രത്തിലേക്ക് നമ്മൾ തിരിച്ചുപോയോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട സമയമായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് നമ്മുടെ മുൻപിലുണ്ടായത്. നമുക്കറിയാം, സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ലോകമത മഹാസമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് ഭാരതത്തിൽ വന്ന് കപ്പലിറങ്ങിയ സമയത്ത് അന്ന് അദ്ദേഹത്തിനോട് അവിടെ തടിച്ചുകൂടിയ പുരുഷാരങ്ങളിൽ ഒരാൾ ചോദിച്ചു, ഈ ഭാരതം അടിമത്വത്തിലാണ്, ബ്രിട്ടീഷുകാരുടെ കാൽക്കീഴിൽ കിടന്ന് ഭാരതാംബ ഞെരിഞ്ഞമരുകയാണ്, എന്തുകൊണ്ട് ഈ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിക്കാൻ, എന്തുകൊണ്ട് ഈ ഭാരതത്തിന്റെ അടിമത്വം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സ്വാമിജി ഒന്നും ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം ഞാൻ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് തന്നാൽ ആ സ്വാതന്ത്ര്യത്തിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ, ആ സ്വാതന്ത്ര്യത്തിനെ സംരക്ഷിക്കുവാൻ, അതിനെ നിലനിർത്തുവാൻ ഉള്ള കഴിവും കരുത്തും നിങ്ങൾക്കുണ്ടോ എന്നായിരുന്നു അന്ന് സ്വാമിജി തിരിച്ചു ചോദിച്ചത് എന്ന് പറയാറുണ്ട്. ആ ചോദ്യത്തിന്റെ പ്രസക്തി, എന്തുകൊണ്ട് സ്വാമിജിക്ക് അങ്ങനെ ചോദിക്കേണ്ടി വന്നു എന്ന ചോദ്യത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലായത് 2014 ശേഷമാണ്. നമ്മൾ കണ്ടു, 2014 ശ്രീമാൻ നരേന്ദ്രമോദി അദ്ദേഹം ആദ്യമായിട്ട് ഇന്ത്യൻ പാർലമെന്റിലേക്ക് പ്രവേശിക്കുന്ന രംഗം ഇന്ന് നമ്മുടെയൊക്കെ കൺമുൻപിലുണ്ട്. ഇന്ത്യൻ പാർലമെന്റിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എങ്ങനെയാണോ ഒരു മഹാക്ഷേത്രത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടത്, അതേ ഭക്തിയോടും ആദരവോടും കൂടിയിട്ട് ഇന്ത്യൻ പാർലമെന്റിനെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അദ്ദേഹം അതിനുള്ളിലേക്ക് കടന്നിരുന്നു കൊണ്ട് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ പ്രധാനമന്ത്രിയല്ല, മറിച്ച് പ്രധാന സേവകനാണ്. കാരണം അദ്ദേഹം ഒരു സ്വയം സേവകനാണ്. അദ്ദേഹത്തിനെ വളർത്തിയെടുത്തത് രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ്. കാരണം ഞാനൊരു സ്വയം സേവകനാണ്, ഞാൻ ഈ രാജ്യത്തിന്റെ പ്രധാന സേവകനായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്, പ്രധാനമന്ത്രിയായിട്ടല്ല. അതിനുശേഷം അദ്ദേഹം ആദ്യമായിട്ട് ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തിനെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്തിന്റെ പുരോഗതിയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, ഈ രാജ്യത്തിന്റെ അഭിവൃദ്ധിയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, അത് നിങ്ങൾക്ക് സാധ്യമാകണമെങ്കിൽ ഈ നാട്ടിലെ 50% വരുന്ന സ്ത്രീ ശക്തിയുടെ കരുത്തിനെയും കഴിവിനെയും കൂടി കണക്കിലെടുത്തുകൊണ്ട് അവരെയും കൂടി നിങ്ങളുടെ ഈ വികസന പ്രവർത്തനങ്ങളിൽ, നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ശ്രീമാൻ നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടു. ശ്രീ വിവേകാനന്ദ സ്വാമിജിയുടെ ചോദ്യത്തിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുകയാണ്. സ്വതന്ത്രം സ്വീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് ഒരു തന്ത്രമുണ്ട്, അത് ലോകത്തിന് മുഴുവൻ വിശ്വഗുരുവായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ആധ്യാത്മികതയിലൂന്നിയ തന്ത്രമാണ് ഭാരതത്തിന്റെ. സ്വധർമ്മം, സ്വഭാവം, സ്വരൂപം, ഇത് മൂന്നും ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നതാണ് ഭാരതത്തിന്റെ ധർമ്മം. സ്വധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യമാണ്. സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ ആർജിച്ചെടുത്ത നമ്മുടെ സംസ്കാരമാണ്. സ്വരൂപം എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യമാണ്. സ്വധർമ്മത്തിലൂടെ, സ്വഭാവത്തിലൂടെ, സ്വരൂപത്തിലൂടെ ഈ ലോകത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കണമായിരുന്നു, ഞങ്ങളാണ് വിശ്വഗുരു, ഞങ്ങൾ നയിക്കുന്ന വഴിയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഞങ്ങൾ പറയുന്നത് വെറുതെയല്ല. ഈ ലോകത്തിന് മൊത്തം സുഖമുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പറയുന്നുണ്ടെങ്കിൽ
ആ പറയുന്നത് വെറുതെ പറയാൻ വേണ്ടിയിട്ടല്ല, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാനാണ് എന്ന് കോവിഡ് കാലത്ത് നമ്മൾ കാണിച്ചു കൊടുത്തു. ഈ ലോകം മുഴുവൻ കോവിഡ് വാക്സിന് വേണ്ടി അലഞ്ഞ സമയത്ത് ഈ ലോകത്തിന് മുഴുവൻ നമ്മൾ കോവിഡ് വാക്സിൻ പ്രദാനം ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഒക്കെ കൺമുന്നിൽ കണ്ടതാണ്. ഇത്തരത്തിൽ ലോകത്തിന് മുഴുവൻ വഴികാട്ടിയാവുവാൻ, വെളിച്ചമാവുവാനുള്ള ഉത്തരവാദിത്വമാണ് ഭാരതത്തിനുള്ളത്. ആ ധർമ്മത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചപ്പോൾ, നമ്മുടെ സ്വത്വത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോയപ്പോൾ നമ്മൾ ഇല്ലാതാവുകയായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സംഘം അതിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഒരിക്കൽ കൂടി തീരുമാനിച്ചിരിക്കുകയാണ്, ഈ ഭാരതത്തിനെ, നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു കഴിഞ്ഞു 2047 എന്ന് പറയുന്നത് അത് വികസിത ഭാരതം എന്ന് പറയുന്ന ആത്മനിർഭരതയുടെ ഭാരതം. ലോകത്തിന് മുഴുവൻ എല്ലാ മേഖലയിലും, അത് വിദ്യാഭ്യാസ രംഗത്താകട്ടെ, കാർഷിക രംഗത്താകട്ടെ, ശാസ്ത്ര സാങ്കേതിക രംഗത്താകട്ടെ, ഏതു മേഖല എടുത്തു നോക്കിയാലും ആ മേഖലയിലെല്ലാം തന്നെ ഒന്നാമതെത്തി നിൽക്കുന്ന ഒരു ഭാരതത്തിനെ ഈ നാടിന് പ്രദാനം ചെയ്യണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 2047 എന്ന ഒരു ലക്ഷ്യവുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നേടിയെടുക്കുക എന്ന് പറയുന്നത് കേവലം ഈ ഭാരതത്തിന് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിന് മാത്രം, അല്ലെങ്കിൽ ഈ ലോകത്തിന് മുഴുവനുള്ള ഉത്തരവാദിത്വവും ലക്ഷ്യവുമാണിത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. എല്ലാ യുദ്ധങ്ങൾക്കുമുള്ള പരിഹാരം നമുക്കറിയാം. എല്ലാത്തിനും അടിമത്തമാണെങ്കിൽ അടിമത്തിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോഴാണ് അവിടെ പലതരത്തിലുള്ള വിഘടനവാദങ്ങൾ ഉണ്ടായി വരുന്നത്. ഇതിനൊക്കെ പ്രതിവിധിയായിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന് എന്തെങ്കിലും മുന്നോട്ട് വയ്ക്കാനുണ്ടെങ്കിൽ അത് ഭാരതത്തിനാണ്. എന്താണ് അതിനു വേണ്ടിയിട്ട് ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പഞ്ചപരിവർത്തൻ എന്ന് പറയുന്ന 5 ആശയങ്ങൾ അത് ഈ ലോകത്തിന് മുൻപിലേക്ക് ഭാരതം വെക്കുകയാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വളരെ വേഗം അതിലൂടെ ഒന്ന് ഓടിക്കടന്നു പോകാം. അതിൽ ആദ്യത്തേത് കുടുംബ പ്രബോധൻ എന്ന് പറയുന്നതാണ്. എന്താണ് കുടുംബ പ്രബോധൻ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ മുൻപിലൂടെ നിരവധി സംസ്കാരങ്ങൾ കാലയവനിക്കുള്ളിലേക്ക് കടന്നുപോയിട്ടും ഇന്നും അഭിമാനത്തോടെ ഹിന്ദുവായിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിലുള്ള കെട്ടുറപ്പ് കൊണ്ടാണ്. അമ്മമാര് അവർ അടുക്കളയിലും പൂജാമുറിയിലും മടിത്തട്ടിലും ഇരുത്തി വാത്സല്യത്തോടുകൂടി പറഞ്ഞു കൊടുക്കുന്ന കഥകളിലൂടെ ആയിരുന്നു നമ്മുടെ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് നമ്മുടെ പാരമ്പര്യം എത്തിക്കൊണ്ടിരുന്നത്. അതായിരുന്നു നമ്മുടെ കുടുംബത്തിന്റെ ശക്തി. ആ കുടുംബത്തിന്റെ വിളക്കെന്ന് പറയുന്നത്, ഐശ്വര്യം എന്ന് പറയുന്നത്, അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അമ്മമാരായിരുന്നു. അമ്മമാർ നയിക്കുന്ന വഴിയിലൂടെ ഒരുമിച്ചിരുന്ന് അവർ എടുക്കുന്ന തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമായിരുന്നു ഈ ഭാരതത്തിനെ കെട്ടുറപ്പോടുകൂടി ലോകത്തിന് മുൻപിൽ അഭിമാനത്തോടുകൂടി അതിന്റെ സംസ്കാരത്തിനെയും പാരമ്പര്യത്തിനെയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചത്. ആ കുടുംബശക്തിയിൽ ഇന്ന് വിള്ളലുകൾ ഉണ്ടാകുന്നു. നമ്മൾ തന്നെ ആലോചിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ വീടുകളിൽ എത്ര തവണയാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്? നമ്മൾ എത്ര തവണയാണ് ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്നത്? നമ്മളിൽ എത്ര പേരാണ് ഒരു കാലത്ത് നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അതേപടി പാലിക്കുന്നത്? ഇതിനൊന്നും നമുക്ക് സമയമില്ലാതായിരിക്കുന്നു. ഒരു ദിവസം ഒരു 10 മിനിറ്റ് എങ്കിലും വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. എത്ര വലിയ തിരക്കുണ്ടായിക്കൊള്ളട്ടെ, ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള മൊബൈല് അതൊരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട്, ഒന്നുമില്ലെങ്കിൽ ഊണുമേശയുടെ ചുറ്റുമെങ്കിലും ഒരുമിച്ചിരുന്ന് മൊബൈല് കാണാതെ, ടി വി കണ്ടുകൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കാതെ പരസ്പരം മുഖത്തു നോക്കി സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. നമുക്ക് സാധിക്കുമോ? ഇന്നത്തെ സാഹചര്യത്തിൽ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റുമോ? നമുക്ക് പറ്റുമോ? പക്ഷെ നമുക്കത് പറ്റണ്ടേ? നമ്മുടെ കുട്ടികൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നമ്മൾ അറിയണ്ടേ? അവരുടെ മനസ്സിലിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിയണ്ടേ? അവരോട് നമുക്ക് ബന്ധമുണ്ടാകണ്ടേ? അവർ നമ്മുടേതാണെന്നും നമ്മൾ അവരുടേതാണെന്നുമുള്ള തോന്നൽ നമുക്കുണ്ടാകണ്ടേ? നമ്മുടെ കുടുംബത്തിനകത്ത് കെട്ടുറപ്പുണ്ടാകണ്ടേ? ആ കുടുംബ പ്രബോധൻ, ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് വിശദമായിട്ടൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറയാതെ തന്നെ ഇവിടെ ഇരിക്കുന്നതിൽ ഒട്ടുമിക്ക ആൾക്കാരും മുതിർന്നവരാണ്. അവർക്കതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം. അവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഞാൻ പറയുന്ന കാര്യം എന്റെ മാത്രം ഉത്തരവാദിത്വമല്ല, നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ, നമുക്ക് ചുറ്റുമുള്ളവരോട്, നമ്മുടെ മക്കളോട് ഒക്കെ ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്റെ ഇടം, ആർജവം, കരുത്ത്, ഉത്തരവാദിത്വം അത് ആര് കാണിക്കണം?
ആര് കാണിക്കണം? ആര് കാണിക്കണം? നമ്മൾ കാണിക്കണം. വേണ്ടേ? വേണോ വേണ്ടയോ? വേണം. നമ്മളത് കാണിക്കണം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് സംഘം പറയുന്നു സാമൂഹ്യ സമരസത വേണം. എന്താണ് സാമൂഹ്യ സമരസത? നമുക്കറിയാം, ഉച്ചനീചത്വങ്ങളുടെ നാടായിരുന്നു നമ്മുടേത്, അല്ലേ? മനുഷ്യനെ ഒരു വിളിപ്പാടകലെ മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ? ഒരു പക്ഷെ നമ്മുടെ ഓർമ്മയിൽ പോലും ഉണ്ടായിരിക്കില്ല, പക്ഷെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇവിടെ വന്നിരുന്ന സ്വാമിജിക്ക് ഈ കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് വിശേഷിപ്പിക്കേണ്ടി വന്നത്. പക്ഷെ അതേ നാടിന് തന്നെ ഗാന്ധിജിയെ കൊണ്ട് ഒരു തീർത്ഥാലയമാണിത് എന്ന് തിരുത്തി വിളിപ്പിച്ച നാടാണ് നമ്മുടേത്, അല്ലേ? അപ്പോൾ ഒരു ഭ്രാന്താലയത്തിൽ നിന്നും ഒരു തീർത്ഥാലയത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള ആർജവം കാണിച്ച നാടാണ് നമ്മൾ. വീണ്ടും ഒരു പരിവർത്തനത്തിനുള്ള സമയമായിരിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും ഒരു ഭേദഭാവവുമില്ലാതെ അവരെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ, എല്ലാവരുടെയും ആവശ്യം എന്റെ ആവശ്യമാണ്. ആർക്കെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് എന്റെ കൂടി ഉത്തരവാദിത്വമാണ്. എന്റെ സമൂഹത്തിൽ, എന്റെ ഹൈന്ദവ സമൂഹത്തിൽ ഒരാൾ പോലും പ്രശ്നം അനുഭവിക്കുന്നില്ല. അവന്റെ പ്രശ്നം എന്റെ പ്രശ്നമാണ് എന്ന മനോഭാവത്തോടുകൂടി നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒന്നായി കണ്ട് മുന്നോട്ട് പോകുവാനുള്ള സാമൂഹികമായ ഉത്തരവാദിത്വം, ആ മാനസികമായ ഒരു വലിയ ഒരു കാഴ്ചപ്പാട് നമ്മളിൽ ഉണ്ടാകണം. അതാണ് സാമൂഹിക സമരസത എന്ന് പറയുന്നത്. എല്ലാവരെയും സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ. നമുക്കറിയാം, അഹം ബ്രഹ്മാസ്മി എന്ന് നമ്മൾ പറയാറുണ്ടില്ലേ? ഇതൊക്കെ നമ്മൾ വെറുതെ പറയുന്നതാണോ? അതോ ഇതൊക്കെ നമ്മുടെ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും അന്തർലീനമായിരിക്കുന്നതാണ് എന്ന് നമുക്ക് കേവലം പ്രസംഗിക്കാനുള്ളതാണോ? അല്ല, മറിച്ച് നമുക്ക് ചുറ്റുമുള്ള ഓരോരുത്തരെയും അവരെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളാണെങ്കിൽ അതെന്റെയും കൂടി പ്രശ്നമാണ്, അതിന് പരിഹാരം കാണാൻ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന ഉറപ്പ് കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിനെ ഒറ്റക്കെട്ടായി ചേർത്ത് പിടിക്കുക എന്നതാണ് സാമൂഹിക സമരസത എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് പര്യാവരൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതി. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച് പ്രകൃതി അമ്മയാണ്, അല്ലേ? നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് ചുറ്റും പണ്ട് കാവുകൾ ഉണ്ടായിരുന്നു, ജലാശയങ്ങൾ ഉണ്ടായിരുന്നു, ഏത് ഗ്രാമത്തിലും ഒന്നിലധികം കുളങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതൊന്നുമില്ല. ഇതൊക്കെ നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. നമുക്കറിയാം, ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും വലിയ അന്ധവിശ്വാസം ഇല്ലാതാകുമെന്ന് പറഞ്ഞു പഠിപ്പിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അതിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ പല കാവുകളും കുളങ്ങളും ഒക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മുടെ നാട് ഇന്ന് അതൊക്കെ തെറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ തിരിച്ചു വരികയാണ്. നമുക്ക് കാവുകൾ വേണം, നമുക്ക് കുളങ്ങൾ വേണം, നമുക്ക് ആ നാഗത്തറകൾ വേണം എന്ന തിരിച്ചറിവ് നമ്മുടെ നാടിനുണ്ടാകുന്നു. കാരണം പ്രകൃതിയോട് ഇണങ്ങി മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഈ പ്രകൃതി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വെറും നിഷ്പ്രഭരാണ് എന്ന ചിന്ത അതിന് നമ്മുടെ മുൻപിൽ ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഹല്യാബായി ഹോൾക്കറെ പോലെയുള്ളവർ ഈ നാട് മുഴുവൻ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചത്, വെച്ചുപിടിപ്പിച്ചത് ഇത്തരത്തിലുള്ള ചിന്തയുടെ ഇതുകൊണ്ടായിരുന്നു. പ്രകൃതിയും പുരുഷനും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്ന കാഴ്ചപ്പാട്, അത് ഭാരതത്തിന്റെ ദർശനമാണ്. ആ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. നമുക്ക് വീട്ടിൽ ചെറിയ അടുക്കളത്തോട്ടങ്ങൾ ഉണ്ടാക്കാം, നമുക്ക് നമ്മുടെ ഔഷധ സസ്യങ്ങൾ നമ്മുടെ വീടുകളിൽ നട്ടുപിടിപ്പിക്കാം. നമ്മുടെ വീട്ടിലുള്ളവരുടെ പേരിൽ നമുക്കറിയാം, നമ്മുടെ മുഴുവൻ നക്ഷത്രങ്ങളുടെയും പേരിൽ നമുക്ക് മരങ്ങളുണ്ട്, ഇല്ലേ? ആ മരങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാം. ഇത്തരത്തിൽ നമ്മൾ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന തരത്തിലേക്ക് മാറാൻ വേണ്ടി നമ്മുടെ ജീവിതചര്യയെ ഒന്ന് മാറ്റി പുനഃക്രമീകരിക്കേണ്ട സാഹചര്യം സംഘം നമ്മളോട് ആവശ്യപ്പെടുന്നു. അതാണ് മൂന്നാമത്തേത്. നാലാമത്തേത് സ്വദേശി എന്ന് പറയുന്നതാണ്. എന്താണ് സ്വദേശി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് സ്വദേശി. നമ്മൾ ലോക്കൽ ഫോർ വോക്കൽ എന്നൊരു വലിയ സന്ദേശം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നുണ്ട്. തദ്ദേശമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങി അവരെ പ്രോത്സാഹിപ്പിക്കൂ. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇപ്പം എന്താ ചെയ്യുക? ഏതെങ്കിലും ചെറിയ കടയിൽ നമ്മൾ കയറാറുണ്ടോ? ഇല്ല, നമുക്കൊന്നും അതിന് സമയമില്ല. കാരണം ഒന്ന് ചെറിയ കടയിലൊന്നും പോയാൽ നമുക്ക് ആവശ്യപ്പെട്ട സാധനങ്ങളൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. നമുക്ക് മെനക്കെടാൻ വയ്യ. മറ്റേതാകുമ്പോൾ ഒരു ബാഗും എടുത്ത് നമുക്ക് ഇറങ്ങിയ കണ്ണി കണ്ടതെല്ലാം, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും കാണുന്നതും വേണ്ടതും വേണ്ടാത്തതും എല്ലാം എന്ത് ചെയ്യാം? നമുക്ക് ഇറക്കിയെടുക്കാം, ബാഗിലിടാം. പണ്ടെങ്ങനെ ആയിരുന്നോ? ഇല്ല, എന്തായിരുന്നു? നമ്മളൊരു പലചരക്കടയിലേക്ക് പോകും, 1 കിലോ പഞ്ചസാര എന്ന് പറയും. ആ ചേട്ടൻ 1 കിലോ പഞ്ചസാര തൂക്കും. 1 കിലോ തൂക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമായിരുന്നു? എന്ത് ചെയ്യുമായിരുന്നു? ഒരു നുള്ളും കൂടി വാരി അതിലേക്ക് ഇടുമായിരുന്നു, ഇല്ലേ? അത് കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ എവിടെ സഞ്ചരിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയായിരുന്നു. ആവശ്യത്തിന് എടുത്തതിന് ശേഷം ഒരു നുള്ളുകൂടി. അതെന്തായിരുന്നു കാണിക്കുന്നത്?
നമ്മുടെ മനസ്സിന്റെ ആ വലിപ്പമല്ല, അതായിരുന്നു നമ്മുടെ ധർമ്മം. അതിനെയൊക്കെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, അതിനെയൊക്കെ വാക്കുകളിൽ എങ്ങനെ വിശദീകരിക്കണമെന്നൊന്നും എനിക്കറിയില്ല. അത് നമ്മുടെ ധർമ്മമാണ്, നമ്മുടെ സംസ്കാരമാണ്. ആവശ്യത്തിൽ അത് ഇത് എന്റെ വകയായിട്ട് ഇരുന്നോട്ടെ. ഇന്ന് നമുക്ക് അങ്ങനെ കിട്ടുമോ? ഇല്ല. അങ്ങനെ കിട്ടണം എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു പാരമ്പര്യവും അങ്ങനെ ഒരു സംസ്കാരവും ഒക്കെ നമുക്കുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇല്ലാതാക്കി കളഞ്ഞു. അപ്പോൾ തദ്ദേശീയമായിട്ടുള്ള വസ്തുക്കൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? അത്തരം വസ്തുക്കളെയും കൂടി നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് അതിനു കൂടി കുറച്ച് പ്രാമുഖ്യം കൊടുക്കാൻ, കുറച്ചല്ല അങ്ങേയറ്റത്തെ പ്രാമുഖ്യം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഭാരതം എന്നൊരു ചെറിയ രാജ്യമാണോ? സമ്പത്തിന്റെ കാര്യത്തില്, സാമ്പത്തിക വ്യവസ്ഥയിൽ ഇന്ന് ഭാരതം എത്രാമതാണ് നിൽക്കുന്നത്? എത്രാമതാണ് ഭാരതം നിൽക്കുന്നത്? ക്വിസ് ഓരോരുത്തരായിട്ട് പറയട്ടെ, എത്രാമതാണ്? ആരെ പിന്തള്ളിയാണ് നമ്മൾ ഇവിടെ എത്തിയത്? ഒരു കാലത്ത് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ പിന്തള്ളി, നമ്മളെയൊക്കെ അടിമകളാക്കി വെച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ പിന്തള്ളിയാണ് നമ്മൾ അവിടെ എത്തിയിരിക്കുന്നത്. താമസിയാതെ നമ്മൾ എവിടെ എത്തും? 3-ാം സ്ഥാനത്ത്, ലോകത്തിലെ 3-ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് അധികം മാറാതെ നമ്മൾ മാറുമെന്ന് ആര് പ്രഖ്യാപിച്ചിരിക്കുന്നു? ശ്രീമാൻ നരേന്ദ്രമോദി, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുമ്പോൾ അത് കള്ളമാകാൻ വഴിയില്ല. കാരണം അത്രയും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറുന്ന നമ്മുടെ രാഷ്ട്രത്തിന് നമ്മുടേതായിട്ടുള്ള തദ്ദേശീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ ഉണ്ട്. അത് ആ പദ്ധതികളിലൂടെയൊക്കെ നിരവധി സാധനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെയൊക്കെ നമുക്ക് കുറെ സംഭവിച്ചില്ല. അപ്പം നമ്മൾ ഒരു വലിയ ശക്തിയാണ് എന്ന തിരിച്ചറിവ് ആർക്കുണ്ടാകണം? നമുക്കുണ്ടാകണം. പണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ ഭാരതത്തിന്റെ ഒരു പ്രധാനമന്ത്രി ലോക രാഷ്ട്രങ്ങളുടെയൊക്കെ വേദിയിൽ പോകുമ്പോൾ എങ്ങനെയായിരുന്നു? ഞാൻ പ്രധാനമന്ത്രിയുടെ പേരൊന്നും പറയുന്നില്ല. ഒരു പാവയെ പോലെ അദ്ദേഹം ഇങ്ങനെ മിണ്ടാതെ പോകുമായിരുന്നു. ഇപ്പൊ അങ്ങനാണോ? അല്ല, ഇപ്പൊ എങ്ങനാ? നമ്മുടെ പ്രധാനമന്ത്രി ചെന്നിറങ്ങുന്ന ഓരോ സ്ഥലവും ഉത്സവങ്ങളാണ്, ആഘോഷങ്ങളാണ്. ആ ആഘോഷങ്ങളിലൊക്കെ ഉയർന്നു കേൾക്കുന്നത് മന്ത്രോച്ചാരണങ്ങളും ഭാരതത്തിന്റെ അഭിമാനമായിട്ടുള്ള പല പ്രതീകങ്ങളുമാണ്, അല്ലേ? അവിടെ ഗീത ചൊല്ലുന്നു, അവിടെ പുരാണത്തിൽ നിന്നും വേദങ്ങളിൽ നിന്നും ഒക്കെയുള്ള പലതരത്തിലുള്ള കഥകൾ പറയുന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള മന്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ? അപ്പോൾ ഭാരതം ഒരു വലിയ പരിവർത്തനത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിവർത്തനത്തിന് ഭാരതം വിധേയമാകുമ്പോൾ അതിൽ നമ്മളും പങ്കാളികളാകണ്ടേ? വേണോ വേണ്ടയോ? വേണം. അപ്പൊ 4-ാമത്തെ കാര്യം സ്വദേശി. ഇനി 5-ാമത് ഒരു കാര്യം കൂടി പറയുന്നു, അത് പൗരധർമ്മം എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് ധർമ്മങ്ങളുണ്ട്, നമുക്ക് കുറച്ച് ഉത്തരവാദിത്വങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ പോലും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ അത് ആരും പറഞ്ഞ് നിർബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ടതല്ല. ആണോ? ഇപ്പം ഞാനിപ്പോ ശരത്തിനോട് പറഞ്ഞുകൊണ്ട് വരുന്നു, ഞാൻ പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഇവിടെ ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ, സീറ്റ് ബെൽറ്റ് ഇടണോ? ക്യാമറ പെട്ടെന്നാണ് ശരത്ത് പറഞ്ഞത്, ചേച്ചി പൗരധർമ്മം. കാരണം കാറി കയറുമ്പം സീറ്റ് ബെൽറ്റ് ഇടുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു നിയമമാണ്. ആണോ അല്ലയോ? ആ നിയമം നമ്മൾ പാലിക്കണോ വേണ്ടയോ? വേണം. അപ്പം ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ എന്നെ ആരോർമ്മിപ്പിച്ചു? ശരത്ത് ഓർമ്മിപ്പിച്ചതുപോലെ നമ്മൾ സ്വയം ഓർക്കുകയും മറ്റുള്ളവരെ അത് ഞാനൊരു കുഞ്ഞു ഉദാഹരണം പറഞ്ഞതാ. കാരണം ഇതുപോലെയുള്ള നിരവധി ഇപ്പൊ എല്ലാ ഉദാഹരണങ്ങളൊന്നും ചവറിടരുത്, അല്ലെങ്കിൽ അവിടെ പൊതുസ്ഥലത്ത് തുപ്പരുത്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പം പറയാനാണ് ഒരുപാടുണ്ട്. സമയം കൊണ്ട് കുറവ് കൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. അപ്പം ഇത്തരത്തിലുള്ള നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചിലതൊക്കെ ഉണ്ട്. ആ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യസമയത്ത് ചെയ്യണം. അത് ആരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹെൽമെറ്റ് ഞാൻ വെക്കും എപ്പോഴാണ് പോലീസ് ചെക്കിംഗ് ഉണ്ടെന്ന് തോന്നിയാൽ. അതിനാണോ ഹെൽമെറ്റ്? അല്ല. അപ്പം ഇത് എന്റെ ധർമ്മമാണ്, ഇതെന്റെ ഉത്തരവാദിത്വമാണ്, എന്റെ കർത്തവ്യമാണ്, ഇത് ഞാൻ ചെയ്തേ മതിയാവുകയുള്ളൂ എന്ന തോന്നൽ ആർക്കുണ്ടാകണം? എന്ന തോന്നലല്ല, എന്ന ബോധ്യം ആർക്കുണ്ടാകണം? നമുക്കുണ്ടാകണം. ആ ബോധ്യത്തിന്റെ ആരുടെയെങ്കിലും നിർബന്ധത്തിന്റെ പുറത്തായിരിക്കരുത്. അവനവന്റെ ബോധ്യത്തിന് പുറത്ത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ 5 കാര്യങ്ങൾ. 1 കുടുംബ പ്രബോധൻ, 2
നമ്മുടെ സാമൂഹ്യ സമരസത, 3 നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള പര്യാവരൺ എന്ന് പറയുന്ന നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക, 4 നമ്മുടെ സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാമുഖ്യം, 5ാമത് നമ്മുടെ പൗരധർമ്മം. ഈ 5 കാര്യങ്ങളാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം നമ്മുടെ മുൻപിലേക്ക് വെക്കുന്നത്. അത് ഓരോന്നും നമ്മൾ പാലിക്കുകയും മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കി അവരെ കൊണ്ടുകൂടി അത് പാലിപ്പിക്കുവാനുമുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല, ഒറ്റ കാര്യം കൂടിയേ പറയാനുള്ളൂ. നമ്മുടേത് ചിരപുരാതനമായിട്ടുള്ള, ചിരന്തനമായിട്ടുള്ള, ആർക്കും നശിപ്പിക്കാൻ സാധിക്കാത്ത, ആരാലും ഇല്ലാതാക്കാൻ പറ്റാത്ത ഒരു സനാതനം എന്നതുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത് തന്നെ അതാണ്. അത് ആരാലും നശിപ്പിക്കാൻ പറ്റുന്നതല്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുൻപിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് 2047 ഈ ലോകത്തിലെ ഏറ്റവും വലിയ വികസിത ശക്തിയായിട്ട്, ലോകത്തിന് മുഴുവൻ വഴികാട്ടിയായിട്ട്, ആരെയും കീഴടക്കാനല്ല. ഭാരതത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കറിയാം, എത്രയോ പേരുടെ അടിമകളായിട്ട് നമ്മൾ കിടന്നെങ്കിലും ഒരാളെ പോലും നമ്മൾ അടിമകളാക്കി വെച്ചിട്ടില്ല. ഒരാളോട് പോലും നമ്മൾ അങ്ങോട്ട് യുദ്ധത്തിന് ചെന്നിട്ടില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ വിശ്വഗുരു എന്ന പദവിയിലേക്ക് എത്തുന്നത് അത് വിജ്ഞാനത്തിലൂടെയാണ്, അറിവിലൂടെയാണ്. ലോകത്തിന് മുഴുവൻ വെളിച്ചം പകരുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. സ്വധർമ്മം തിരിച്ചറിഞ്ഞുകൊണ്ട്, സ്വതന്ത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, ഈ രാഷ്ട്രം നമുക്ക് വലിയ അവസരമാണ് നൽകുന്നത്. 2014 തൊട്ട് ഇങ്ങോട്ട് ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ ഓരോന്നായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. നമ്മൾ ഒന്ന് മനസ്സിലാലോചിച്ചു നോക്കൂ. എല്ലാം അമ്മമാരെ ലക്ഷ്യം വെച്ചുകൊണ്ടതായിരുന്നു. അത് മുദ്രാ യോജനയായിക്കൊള്ളട്ടെ, ഉജ്ജൽ യോജനയായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ജൽ ജീവൻ മിഷൻ ആയിക്കൊള്ളട്ടെ, മിഷൻ ഇന്ദ്രധനുഷ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ട് ആയിക്കൊള്ളട്ടെ, ഏത് പദ്ധതി എടുത്തു നോക്കിയാലും അതിന്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്, ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് അമ്മമാരായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ രാജ്യത്തിന്റെ വികസനം അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ, ഈ രാജ്യം 2047 ലോകത്തിന് മുഴുവൻ മുൻപിൽ അഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് ഒന്നാമത് നിൽക്കണമെങ്കിൽ അവിടെ ഈ നാട്ടിലെ അമ്മമാരുടെ കരുത്തിനെയും കഴിവിനെയും കൂടി ഉപയോഗിക്കണം. ആ കരുത്തും കഴിവും നമ്മളിലാണുള്ളത്. ആ കരുത്തിനെയും കഴിവിനെയും ഈ നാടിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എത്രയോ വർഷം പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ കെട്ടിവെച്ചിരുന്ന ബില്ലായിരുന്നു നാരീശക്തി വന്ദൻ അധിനിയം, വനിതാ സംവരണ ബില്ല്. അത് പാസ്സാക്കി തന്നിരിക്കുന്നു. കാരണം ഈ രാജ്യത്തിന്റെ ഭരണനിർവഹണ രീതിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും പ്രാധാന്യമുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങൾ പറയുന്നതും നിങ്ങളുടെ ചിന്തകൾക്കും ഈ രാജ്യത്തിന്റെ ഭരണനിർവഹണത്തിൽ, ഈ രാജ്യത്തുണ്ടാകുന്ന നിയമത്തിൽ നിങ്ങളുടെ ചിന്തകൾക്കും സ്വാധീനമുണ്ടാകണം. അതുകൊണ്ടാണ് നാരീശക്തി വന്ദൻ അധിനിയം പോലെയുള്ള നിയമങ്ങൾ ഈ നാട്ടിൽ പാസ്സാക്കി തന്നിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ, സമൂഹത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുവാൻ, നമ്മുടെ കുടുംബത്തിനെ ശക്തിപ്പെടുത്തുവാൻ നമ്മുടെ അമ്മമാർക്ക് ഒരു വലിയ കഴിവുണ്ട്. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു കൈ കൊണ്ട് ദോശ മറച്ചിട്ട് മറു കൈ കൊണ്ട് സാമ്പാറിന് ഇളക്കാൻ നമുക്ക് സാധിക്കും. അതേസമയം തന്നെ ഓടിപ്പോയി മിക്സി ഒന്ന് ഓണാക്കി അത് ഒരു കൂട്ടാൻ അരയ്ക്കാൻ നമുക്ക് സാധിക്കും. അതേസമയം തന്നെ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞുറങ്ങുകയാണോ അത് കരയാൻ പോവുകയാണോ എന്ന് തിരിച്ചറിയാൻ നമുക്കറിയാം. അതോടൊപ്പം തന്നെ അപ്പുറത്തെ സ്റ്റൗവിലിരിക്കുന്ന പാല് ഇപ്പോൾ തിളച്ചിട്ട് പോകുമോ എന്ന് ചിന്തിക്കാനും നമുക്ക് സാധിക്കും. ഇത് അമ്മമാരുടെ കഴിവാണ്. ഈ കഴിവ് ഈ രാഷ്ട്രത്തിന്റെ എല്ലാ മേഖലയിലും എത്തിക്കണമെന്നാണ് ശ്രീമാൻ നരേന്ദ്രമോദി നമ്മളോട് ആവശ്യപ്പെടുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘം നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മളത് ചെയ്യാൻ തയ്യാറാകണം. നമ്മുടെ സംസ്കാരത്തിനെ നമ്മുടെ കുട്ടികളിലൂടെ അടുത്ത തലമുറയിലേക്ക് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അവരെ ചേർത്ത് പിടിച്ചിരുത്തി നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും ഭഗവത്ഗീതയും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ കുട്ടികളെ പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് എന്നത് കേവലം വാചകമല്ല. പെറ്റമ്മയാണ് ഒരു നാടിനെ നയിക്കുന്നത്. ഒരു നാടിലെ ജനതയെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കുന്നത് അമ്മമാരാണ് എന്ന തിരിച്ചറിവിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകണം. ആ സന്ദേശം നമുക്ക് ചുറ്റുമുള്ള എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഈ 100ാം വാർഷികം വലിയ പരിപാടികളോടൊന്നുമല്ല നടത്തുന്നത്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പരിപാടികളിലൂടെയാണ്, ഇത്തരത്തിലുള്ള സന്ദേശങ്ങളിലൂടെയാണ്. ആ സന്ദേശത്തിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അതിന് എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും ഈ ഭഗവാന്റെ ഭാഗത്തു നിന്ന്, ജഗദീശ്വരന്റെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, വന്ദേ മാതരം.